ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ശ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരവി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഈ രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ്. അവരുടെ ധനസ്ഥാനത്തും വാക്സ്ഥാനത്തും നിൽക്കുന്നു. ചൊവ്വ 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. ഒന്ന് മേടൻ രാശിയുടെ ആധിപത്യം, 4-ാം ഭാവാധിപത്യം. മറ്റൊന്ന് വൃശ്ചികൻ രാശിയുടെ 11-ാം ഭാവാധിപത്യം. ഇവിടെ ഭൂമിപതിയായ ഗ്രഹമാണ് ചൊവ്വ. കുടുംബത്തെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. തൻ്റെ ലാഭത്തെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. ഈ 2-ൽ ചൊവ്വ നിൽക്കുന്നത് പലപ്പോഴും ശാരീരികമായി കതന്നഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കുൽസിതമായ അന്നം ഇഷ്ടപ്പെടും, കഴിക്കുമെന്നാണ്. ഫുഡ് പോയ്സൺ തൻ്റെ പിറകെ ഉണ്ടെന്നറിയുക. ഫുഡ് പോയ്സൺ വന്ന് ബുദ്ധിമുട്ടും, ഡിസെൻട്രി പിടിക്കും, ഫുഡ് പോയ്സൺ വരും, കിടപ്പിലായി പോകും. കാരണം 2-ൽ രാഹു ഉണ്ട് ചൊവ്വയോട് കൂടി, അഷ്ടമത്തിൽ കേതുവാണ്. പലപ്പോഴും പൈൽസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പൈൽസിന് സർജറി ചെയ്യേണ്ടി വരും, രക്തം ചീറ്റിപ്പോകും പൈൽസ് രോഗികൾക്ക്, പിസ്തുല രോഗികൾക്ക്. പിന്നെ 2-ലെ ചൊവ്വ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കും. കണ്ണുകൾക്ക് രോഗം, പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും, അനാവശ്യമായ കാശ് കിട്ടിയാൽ അതൊക്കെ താൻ അറിയാതെ നാളെ കഷ്ടമാക്കി പോകും. ഒരുപക്ഷെ ഭൂമി വിറ്റു തന്നെ കടം തീർക്കാനും ഉപയോഗിക്കും. തൻ്റെ കൈവശം സ്വരൂപിക്കാനുള്ള കാശുണ്ടാകില്ല. അതാണ് 2-ൽ പാപഗ്രഹം വന്നാലുള്ള ദോഷം. പാവേ വിത്തകതേ സ്വപൂർവ്വ നിജിത ദ്രവ്യക്ഷയ, തൻ്റെ പൂർവികമായ സ്വത്ത്, ധനം നഷ്ടപ്പെട്ടു പോകും. ദുഷ്ടോക്തി, അനാവശ്യമായി സംസാരിക്കും. 2-ൽ ചൊവ്വ വന്നാൽ അയാളോടാരും തർക്കിക്കാറില്ല, വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കും. അത് കുടുംബജീവിതം, തൻ്റെ 4-ാം ഭാവം തൻ്റെ ഗൃഹമാണ്. അപ്പോൾ ഗൃഹാന്തരീക്ഷം തൻ്റെ വാക്കുകളിലൂടെ നഷ്ടപ്പെടും. കേരളമായി സംസാരിക്കുക, റാഷ് പ്രോമിസസ് ചെയ്യുക, എന്നിട്ട് അവസാനം അത് പാലിക്കാതെ പിന്നെ അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുക.
തൻ്റെ നാവിൻ തുമ്പിലാണ് തൻ്റെ ഐശ്വര്യം. ഇതറിയണം മകരൻ രാശിക്കാർ. അനാവശ്യമായ വാക്കു തർക്കങ്ങളൊക്കെ വന്ന് അന്തരീക്ഷത്തെ നശിപ്പിക്കും 2-ൽ ചൊവ്വയുള്ള വ്യക്തികൾ. അതിനാൽ വളരെയധികം ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. ഭൂരിദ്രവ്യോ നവഹൃദധനേ വക്രരോഗി ദ്വിതീയേ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ധാരാളം ലഭിക്കും. നൃപഹൃദധനി, തൻ്റെ ധനം രാജാവോ അല്ലെങ്കിൽ കള്ളനോ അപഹരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ ആരപഹരിച്ചു കൊണ്ടുപോകും? രാജാവിന് ടാക്സ് കൊടുക്കേണ്ടി വരും. GST പെനാൽറ്റികളൊക്കെ ധാരാളം വരും. അപ്രകാരം തന്നെ ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടാകും, കൺസൾട്ടൻറ്റ്. അവർ തൻ്റെ കണ്ടമാനം തന്നെ കാശ് ഊറ്റി കൊണ്ടുപോകും. ഭവേത്തസ്യം വിദ്യമാനേ കുടുംബേ ധനേ അങ്കാരകോ യസ്യ ലബ്ധേ ധനേ. 2-ൽ ചൊവ്വയുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എത്ര കാശുണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. യഥാത്രായതേ മർക്കട കണ്ടഹാരം. കുരങ്ങന് മാല കിട്ടിയതുപോലെ ആ കാശ് മുഴുവൻ അവർ നശിപ്പിക്കും. അവർക്ക് ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും കാശ് വന്നാൽ പരിഹരിക്കാൻ. പുനഃസന്മുഖം ഗോ പ്രജേത് വാദഭക്ത. വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി ഈ 2-ൽ ചൊവ്വയുള്ള വ്യക്തിയുടെ അടുത്ത് പിന്നെ വരികയേയില്ല. ജീവനം കൊണ്ടോടും. അത്രത്തോളം മോശമായിരിക്കും 2-ൽ ചൊവ്വയുള്ള വ്യക്തിയുടെ വാക്കുകളും ആർഗ്യുമെൻസുമൊക്കെ. ന്യായങ്ങൾ ഒരു തരത്തിലും തനിക്ക് ദഹിക്കാൻ പറ്റാത്ത ന്യായങ്ങൾ ഇവർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. തർക്കിക്കരുത് 2-ൽ ചൊവ്വയുള്ള വ്യക്തികളോട്. ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2-ൽ ചൊവ്വ നല്ലതാണ് വലിയ പ്രാസംഗികർക്ക് അല്ലെങ്കിൽ വക്കീലന്മാർക്കൊക്കെ നല്ലതാണ്. മറിച്ച് ശാസ്ത്രം പറയുന്നവർക്ക് നല്ലതാണ്. ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് 2-ൽ ചൊവ്വ വലിയ പ്രശ്നമാണ്. ഇവിടെ കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നേത്രസംബന്ധമായ രോഗങ്ങൾ വരും, പൈൽസും വരും. പരിഹാരങ്ങൾ ചെയ്യണം. ധർമ്മദൈവ സംഘത്തിൽ നിർബന്ധമായി കുടുംബ ക്ഷേത്രത്തിൽ പോകണം. അവിടെ നിറമാല, നിറവിളക്കൊക്കെ സമർപ്പിക്കൂ. വിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കൂ. വളരെ അനുകൂലമായി പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്തേ.